Good morning students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ അധ്യായമായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അഥവാ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോരുന്നത്. In the last class we studied about the shape of the indifference curve. നിസ്സംഗത വക്രത്തിൻ്റെ രൂപത്തെക്കുറിച്ച്. നിസ്സംഗത വക്രം കോൺവെക്സ് ഷേപ്പിലായിരിക്കും പൊതുവെ ഉണ്ടാവുക. Because you know MRS is diminishing. സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് സാധാരണഗതിയിൽ കുറയുകയാണ്. അതുകൊണ്ട് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും പൊതുവെ ഉണ്ടാവുക. പക്ഷേ MRS കോൺസ്റ്റൻ്റ് ആവുന്ന അവസ്ഥയിൽ ഇൻഡിഫറൻസ് കർവിന് സ്ട്രെയിറ്റ് ലൈൻ പൊസിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചായിരിക്കും പഠിക്കാൻ പോവുക. ഓർ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഒരു തിരുത്തുണ്ട്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നതിന് മുമ്പേ ഈ ഒരു സെഷനിൽ നമ്മൾ ഇതുമായി റിലേറ്റഡ് ആയ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ദിസ് നോൺ ആസ് മൊണോട്ടോണിക് പ്രിഫറൻസ്. അപ്പോൾ മൊണോട്ടോണിക് പ്രിഫറൻസ് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ ദിസ് മൊണോട്ടോണിക് പ്രിഫറൻസ് ഓർ ഏകദാന പരിഗണന അഥവാ മാറ്റമില്ലാത്ത പരിഗണന എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. എല്ലാ മിക്ക ചോദ്യ കടലാസുകളിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. വാട്ട് ഈസ് മെന്റ് ബൈ മൊണോട്ടോണിക് പ്രിഫറൻസ്? എക്സ്പ്ലെയിൻ. അപ്പോൾ ഞാനതൊന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കുക. സോ മൊണോട്ടോണിക് പ്രിഫറൻസ്. മൊണോട്ടോണിക് പ്രിഫറൻസിന് മലയാളത്തിൽ പറയുന്നത് ഞാൻ പറഞ്ഞു ഏകദാന പരിഗണന. ഏകദാന പരിഗണന. മറ്റൊരു മലയാള അർത്ഥം മാറ്റമില്ലാത്ത പരിഗണന എന്നും പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ മൊണോട്ടോണിക് പ്രിഫറൻസ് അർത്ഥമാക്കുന്നത്? ദ കൺസ്യൂമർ കൺസ്യൂംസ് ടു ഗുഡ്സ്. നമ്മളൊരു അസംഷൻസ് എടുത്തിട്ടുണ്ട്. കൺസ്യൂമർ രണ്ട് വസ്തുക്കളാണ് വാങ്ങുന്നത്. ഈ രണ്ട് വസ്തുക്കളുടെ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ കൺസംഷൻ ബണ്ടിൽ അഥവാ ഉപഭോഗ കെട്ടുകൾ എന്ന് പറയുന്നത്. So the combinations of two goods, any combinations of two goods can be called as consumption bundles. രണ്ട് വസ്തുക്കളുടെ സംയോഗത്തിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസംഷൻ ബണ്ടിൽ, ഉപഭോഗ കെട്ടുകൾ. കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്ന ഉപഭോഗ ബണ്ടിലുകൾ എന്തായിരിക്കും എന്നുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് മൊണോട്ടോണിക് പ്രിഫറൻസ്. അപ്പോൾ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്ന ബണ്ടിൽസിന് ഒരു പ്രത്യേകതയുണ്ടാവും. ഒരുപാട് കൺസംഷൻ ബണ്ടിൽസ് കൺസ്യൂമറുടെ മുന്നിൽ വരുന്നു. കൺസ്യൂമർ അതിൽ സെലക്ട് ചെയ്യുന്ന ബണ്ടിലിന് ഒരു പ്രത്യേകതയുണ്ടാവും. എന്തായിരിക്കും ആ പ്രത്യേകത? അതാണ് യഥാർത്ഥത്തിൽ മൊണോട്ടോണിക് പ്രിഫറൻസുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയാവുന്നത്. ദാറ്റ് മീൻസ് കൺസ്യൂമർ പ്രിഫർ ദ ബണ്ടിൽ വിച്ച് ഹാസ് അറ്റ് ലീസ്റ്റ് മോർ ഓഫ് വൺ ഗുഡ് and no less of other good as compared to the other bundle. This preference of the consumer is known as monotonic preference. ഞാൻ ഒന്ന് എഴുതാം ആ ഡെഫിനിഷൻ. Consumer prefers the bundle which has more of at least one of the goods and no less of the other good as compared to the other bundle. This preference
of the consumer is called monotonic preference. ഇതൊന്ന് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. വാട്ട് ഈസ് മെന്റ് ബൈ ദിസ് monotonic preference? എന്താണ്? Consumer prefers the bundle which has more of at least one of the goods and no less of the other good as compared to the other bundle. എപ്പോഴും ഒരു ഉപഭോക്താവ് കൂടുതൽ വസ്തുക്കൾ ഉള്ള ബണ്ടിലായിരിക്കും അഥവാ ഉപഭോഗ കെട്ടായിരിക്കും തിരഞ്ഞെടുക്കുക. ഉപഭോക്താവിൻ്റെ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ, ഈ ഒരു പരിഗണനയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏകദാന പരിഗണന അഥവാ മാറ്റമില്ലാത്ത പരിഗണന. Or we can call it as monotonic preference. So, consumer prefers the bundle which has more of at least one of the good and no less of the other good as compared to the other bundle. ഈ ഒരു monotonic preference കുറച്ചും കൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. See, കൺസ്യൂമറിന്റെ മുന്നിൽ രണ്ട് ബണ്ടിൽസ് നമ്മൾ കൊണ്ടുവരുന്നു. ഫോർ എക്സാമ്പിൾ, ദീസ് ആർ ദ ടു ബണ്ടിൽസ് 5-2 and 6-2. ഈ രണ്ട് ഗുഡ്സ് എന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നു. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്യാൻ ഉപയോഗിച്ച ഫസ്റ്റ് ഗുഡ് ബനാനാസും സെക്കൻഡ് ഗുഡ് മാംഗോസ്. അപ്പം ഒന്നാമത്തെ ഗുഡ് നമ്മൾ ഫസ്റ്റ് ഗുഡിനെ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് ഗുഡ് ഈസ് here in our example it is banana, and second good it is mango. So consumer ഈ രണ്ട് വസ്തുക്കൾ മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. That's our assumption. ബനാനയും മാംഗോ മാത്രമാണ് കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് ബണ്ടിൽസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ദീസ് ടു ഗുഡ്സ് കൺസ്യൂമറിന്റെ മുന്നിൽ വന്നു. That is, one is 5-2 and 6-2. ഇതിൽ ഏത് ബണ്ടിലാണ് കൺസ്യൂമർ സെലക്ട് ചെയ്യുക? കൺസ്യൂമറിന് പരിഗണന ഏത് ബണ്ടിലായിരിക്കും കൊടുക്കുക? എന്താണ് 5-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, 5-2 മീൻസ് 5 ബനാന. ഫസ്റ്റ് ഗുഡ് ബനാനയാണ്, 5 ബനാനാസ് ആൻഡ് 2 മാംഗോസ്. സെക്കൻഡ് ഗുഡ് മാംഗോ. 5-2 മീൻസ് 5 പഴവും 2 മാങ്ങയും. ആൻഡ് സെക്കൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 6-2 ആണ്. 6-2 എന്ന് പറയുന്നത് 6 ബനാനാസും 2 മാംഗോസും. ഓക്കെ, ഇവിടെ നിങ്ങൾ കൺസ്യൂമറിന്റെ സെലക്ഷൻ എന്തായിരിക്കും? കൺസ്യൂമർ ഇതിൽ ഏത് ബണ്ടിൽ സെലക്ട് ചെയ്യും? നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം, കൺസ്യൂമർ സെലക്ട് ചെയ്യുന്നത് സെക്കൻഡ് ബണ്ടിലായിരിക്കും. ദാറ്റ് മീൻസ് 6-2 ആയിരിക്കും. എന്തുകൊണ്ടാണ് കൺസ്യൂമർ ഈ 6-2 ബണ്ടിൽ സെലക്ട് ചെയ്യുന്നത്? ബിക്കോസ് ദ ബണ്ടിൽ, സെക്കൻഡ് ബണ്ടിൽ, ദാറ്റ് മീൻസ് 6-2 ബണ്ടിൽ കൺസിസ്റ്റ് ഓഫ് more bananas, but here the same mangoes ആയിരിക്കും. മാംഗോസിന്റെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല, 2 ആണ്, ഇവിടെയും 2 ആണ്. ബട്ട് ഫസ്റ്റ് ഗുഡിന്റെ എണ്ണത്തിൽ 1 കൂടി. അപ്പോൾ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് ഈ സെക്കൻഡ് ബണ്ടിലായിരിക്കും. കാരണം ഉപഭോക്താവ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ വസ്തുക്കളുള്ള ബണ്ടിലായിരിക്കും. ഒരിക്കലും സെയിം കോസ്റ്റാണ് ഈ ബണ്ടിൽ കേട്ടോ, അതുകൂടി മനസ്സിലാക്കണം. ഈ രണ്ട് ബണ്ടിലും കൺസ്യൂമർക്ക് വരുന്ന കോസ്റ്റ് 25 rupees ആണെന്ന് സങ്കല്പിക്കുക. സെയിം കോസ്റ്റ്, കൺസ്യൂമറിന് വരുന്ന ചെലവ് 25 രൂപയാണ്. ഈ രണ്ട് ബണ്ടിലും കൺസ്യൂമറുടെ മുന്നിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസ്യൂമർ തിരഞ്ഞെടുക്കുന്നത് 6-2 ബണ്ടിലായിരിക്കും. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് മോർ ഗുഡ്. ഏത് ഗുഡാണ്? ഫസ്റ്റ് ഗുഡ് കുറച്ച് കൂടുതൽ ഇതിലുണ്ട്, അതുകൊണ്ട് ഇതായിരിക്കും. അപ്പോൾ കൺസ്യൂമർ എപ്പോഴും അങ്ങനെയായിരിക്കും പെരുമാറുക. ഉപഭോക്താവ് എപ്പോഴും കൂടുതൽ വസ്തുക്കളുള്ള ഉപഭോഗ കെട്ടായിരിക്കും തിരഞ്ഞെടുക്കുക. That means the consumer prefers the bundle which has more of at least one good and no less of the other good. രണ്ടാമത്തെ ഗുഡിൽ ഇവിടെ കുറവ് വന്നിട്ടില്ല കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം. കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കുറവ് വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാം. 2 മാംഗോസ് ആണ്, ഇവിടെ 2 മാംഗോസ് ആണ്. ഇവിടെ ഒരു ബനാന കൂടി, അതുകൊണ്ട് കൺസ്യൂമർ കൂടുതൽ വസ്തുക്കളുള്ള ആ ബണ്ടിൽ തിരഞ്ഞെടുക്കും. ഇങ്ങനെയുള്ള ഈ ഒരു പെരുമാറ്റത്തെയാണ്, ഈ ഒരു പരിഗണനയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊണോട്ടോണിക്
preference. So this is very important from the examination point of view. You all have to study well this concept. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകും. So that is all about in this class. We will see in the next class. Till then, goodbye. Thank you.